ഒരു കഥ പറയാൻ പോകണേ. ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മുമ്മ പോയിട്ട് 2 റൊട്ടി ഉണ്ടാക്കി. അതിൽ ഒരു റൊട്ടി വലുതും ഒരു റൊട്ടി ചെറുതുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചപ്പോൾ അപ്പൂപ്പൻ്റെ കണ്ണ് വലിയ റൊട്ടി പോയി. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, എനിക്ക് ആ വലിയ റൊട്ടി വേണം. അപ്പോൾ അമ്മുമ്മ പറഞ്ഞു, നടക്കത്തില്ല, വലിയ റൊട്ടി ഞാൻ എനിക്കുണ്ടാക്കിയതാണ്, ചെറിയ റൊട്ടിയാണ് നിങ്ങൾക്കുള്ളതെന്നാണ്. അപ്പോൾ മതി, പറ്റത്തില്ല, എനിക്ക് വലിയ റൊട്ടി തന്നെ വേണമെന്ന്. അങ്ങനെ രണ്ടാളും കശപിശായി. അവസാനം അടിപിടിയിലെത്തി. അപ്പൂപ്പൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടാൾക്കും മിണ്ടാതിരിക്കാം. എന്നിട്ട് ഇതിലാദ്യം ആരും മിണ്ടുമോ അവർക്ക് റൊട്ടിയില്ല, പിന്നെ മിണ്ടണവരാരാണോ അവർക്ക് 2 റൊട്ടി എന്ന് പറഞ്ഞു. അപ്പം അമ്മുമ്മ എന്നോട് ചോദിച്ചു. അപ്പം അത് ശരി, നമുക്ക് മിണ്ടാതിരിക്കാം. അങ്ങനെ അപ്പൂപ്പനും അമ്മുമ്മയും മിണ്ടാതൊരു ഇരിപ്പങ്ങ് തുടങ്ങി. കുറേ നേരം ഇരുന്നിരുന്നിരുന്ന് ആരും അങ്ങ് മിണ്ടണില്ല. അങ്ങനെ അപ്പൂപ്പൻ അങ്ങോട്ടും കിടന്ന് അമ്മുമ്മ ഇങ്ങോട്ടും കിടന്നു. അങ്ങനെ ഒരു മിണ്ടാതെ അങ്ങനെ കിടക്കേ. ആ സമയത്ത് അടുത്ത വീട്ടൊരു പെങ്കൊച്ച് എന്തോ വായ്പ വാങ്ങാൻ വേണ്ടി ഇവിടെ വന്ന് അപ്പൂപ്പ അമ്മുമ്മയെന്ന് വിളിച്ച്. അപ്പൂപ്പനും അമ്മുമ്മയും മിണ്ടണില്ല, കാരണം മിണ്ടിയ റൊട്ടി പോവേ. അങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ്. അങ്ങനെ പെണ്ണകത്തോട് കയറി വന്ന്. അപ്പോൾ അപ്പൂപ്പനും അമ്മുമ്മയും കൂടെ പതുക്കെ കണ്ണും അടച്ച് കിടന്ന്, കാരണം ഉറങ്ങുവാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ ആ അപ്പൂപ്പനും അമ്മുമ്മയും മിണ്ടാതെ കിടക്കണുണ്ട്. ഈ പെണ്ണ് വന്നിട്ട് കുലിക്ക് വിളിച്ചു. അപ്പോഴും അപ്പൂപ്പനും അമ്മുമ്മയും കണ്ണും തുറക്കണില്ല, മിണ്ടണമില്ല. പെണ്ണ് വിചാരിച്ചു ഇവർ മരിച്ചു കിടക്കേ രണ്ടും എന്ന് വെച്ചിട്ട് പെണ്ണ് ഓടി പുറത്ത് പോയിട്ട് എല്ലാവരോടും പറഞ്ഞ് അവിടുത്തെ അപ്പൂപ്പനും അമ്മുമ്മയും മരിച്ചു കിടക്കണമെന്നാണ്. നാട്ടുകാരെല്ലാം കൂടി ഓടി വന്നു. അവരും ഇതുപോലെ കുലിക്ക് വിളിച്ചു. അപ്പൂപ്പൻ എണീക്കണില്ല, അമ്മുമ്മ എണീക്കണില്ല, മിണ്ടണമില്ല. അപ്പോൾ ഇവർ തീരുമാനിച്ചു, മരിച്ചു പോയി രണ്ടും. പിന്നെ ഈ അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും പ്രത്യേകിച്ച് ബന്ധവോ സ്വന്തമോ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ നാട്ടുകാർ പറഞ്ഞൊരു പണി ചെയ്യാം, ഇവരെ ഇനിയിപ്പോൾ അറിയിക്കാനൊന്നും ആരും ഇല്ലല്ലോ, നമുക്ക് ഇവരെ അങ്ങ് കുഴിച്ചു വിട്ട് മൂടിയേക്കാം. അങ്ങനെ ഇവർ പോയിട്ട് 2 പെട്ടി മേടിച്ചോണ്ട് വന്ന്. അതിൽ ഒരു പെട്ടിയിൽ അപ്പൂപ്പനെ എടുത്ത് കിടത്തി. അപ്പോഴും അപ്പൂപ്പനൊന്നും മിണ്ടണില്ല, കണ്ണും തുറക്കണില്ല. രണ്ടാമത്തെ പെട്ടിയിൽ അമ്മുമ്മ എടുത്ത് കിടത്തി. അപ്പം അമ്മുമ്മേൻ്റെ പെട്ടി കുറച്ച് നീളം കുറഞ്ഞതായിരുന്നു, അമ്മുമ്മേൻ്റെ കാല് പുറത്ത്. അപ്പം കൂടി നിന്നതിൽ ഒരാൾ പറഞ്ഞു, അമ്മുമ്മ ഏതായാലും മരിച്ചു പോയതല്ലേ, ഇനിയിപ്പോൾ വേറെ പെട്ടിയൊന്നും മേടിക്കണ്ട, ആ പെട്ടിയിലേക്ക് അമ്മുമ്മേൻ്റെ കാലങ്ങ് മുറിച്ചിട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കണ്ണു അടച്ച് മുണ്ടാതെ കിടന്ന അമ്മുമ്മ ഇത് കേൾക്കുമല്ലേ, അമ്മുമ്മ മരിച്ചിട്ടില്ലല്ലോ. അപ്പം അമ്മുമ്മ പേടിച്ചു പോയി, കാലങ്ങനെ മുറിക്കുമോന്ന്. അപ്പം അമ്മമ്മ പെട്ടെന്ന് അങ്ങോട്ട് ചാടിയിട്ട് അയ്യോ എൻ്റെ കാലേന്ന് പറഞ്ഞു. ഇത് കേൾക്കലും അപ്പൂപ്പൻ പെട്ടി ഇതങ്ങോട്ട് ചാടി എണ്ണീറ്റ് റൊട്ടി 2 അമ്മ ആദ്യം വേണ്ടി അപ്പം രണ്ടാമത് വേണമെങ്കിലേ റൊട്ടി 2. അപ്പം സ്വന്തം കാര്യമാണ് ചിന്താവ്. അമ്മ ചത്തുപോയിക്കോട്ടെ, അമ്മമ്മേൻ്റെ കാലം മുറിച്ചോട്ടെ, അമ്മമ്മയ്ക്ക് എന്ത് സംഭവിച്ചോട്ടെ, അതൊന്നും അപ്പൂപ്പൻ്റെ വിഷയമല്ല. അപ്പൂപ്പന് 2 റൊട്ടി കിട്ടണം. അപ്പൂപ്പൻ വിചാരിച്ച കാര്യം എന്താണോ അത് നടക്കണം, അതിനാണ് മുൻതൂക്കം. അപ്പം ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മളും നമ്മുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കഥയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നന്ദി.